السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് 3 ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 3 ഭവനങ്ങൾ. ഒന്ന് ദാറുദ്ദുനിയ, ദുനിയാവിൻ്റെ ഭവനം. അത് വളരെ കുറഞ്ഞ കാലയളവാണ്. രണ്ടാമത്തെ ദാറുൽ ബർസഖ്, ഖബർ ജീവിതം. മൂന്നാമത്തേത് ദാറുൽ ആഖിറ, പരലോക ജീവിതം. പരലോക ജീവിതം അത് അവസാനമില്ലാത്തതാണ്. ദാറുൽ ബർസഖ്, അതിനാണ് ഖബർ ജീവിതം, ബർസഖി ജീവിതം എന്നൊക്കെ പറയാം. അത് മരിച്ചത് മുതൽ, മരണം മുതൽ ബഅസ് വരെ, പുനരുത്ഥാനം വരെയുള്ള ഘട്ടമാണ് ദാറു അൽ ബർസഖ് എന്ന് പറഞ്ഞാൽ. ആ ദാറുൽ ബർസഖുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ദർസിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ദാറുൽ ബർസഖിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമതായി അത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്നതിൽ ഉൾപ്പെടുന്നതാണ് ബർസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ നമുക്കറിയാം, നിർബന്ധമായും ഒരുവൻ വിശ്വസിച്ചിരിക്കേണ്ട ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. ആ വിശ്വാസങ്ങളിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ ശരിയാവുകയില്ല, അവൻ കാഫിറായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അഥവാ പരലോകവും അതുമായി ബന്ധപ്പെട്ട അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ബർസഖിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ അമലിനെ നന്നാക്കും, നമ്മുടെ ജീവിതത്തിനെ നന്നാക്കും. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു സംശയവുമില്ലാതെ നിശ്ചയമായും നേരിടേണ്ട രംഗങ്ങളും ഘട്ടവുമാണത്. ആ ഘട്ടത്തിലുള്ള ശിക്ഷകൾ, ആ ഘട്ടവുമായി ബന്ധപ്പെട്ട ഹദീസുകളിലും ഖുർആനിലും വന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ആ ജീവിതത്തിനു വേണ്ടി ഒരുങ്ങാൻ, നമ്മുടെ അമൽ നന്നാക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. ബർസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഗൈബിയായ കാര്യങ്ങളാണ്, മറഞ്ഞ കാര്യങ്ങളാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, വിവരിച്ചു തരുന്നത് ഖുർആനും സുന്നത്തുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം, പലപ്പോഴും ബർസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തിയേക്കും. അത് ശരി തന്നെയാണ്. പക്ഷേ ആ അത്ഭുതപ്പെടുത്തൽ അത് നിഷേധിക്കുന്ന രീതിയിലേക്ക്, അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. കാരണം
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്നസ്സു യഅതി ബിമുഹാറാത്തിൽ ഉഖൂൽ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ബുദ്ധിയെ അമ്പരിപ്പിച്ചു കൊണ്ടുവരും. എന്നാൽ വലാ യഅതി ബിമുആദാത്തിൽ ഉഖൂൽ, ബുദ്ധിക്ക് എതിരായ കാര്യങ്ങൾ നസ്സ് ഒരിക്കലും, പ്രമാണങ്ങൾ ഒരിക്കലും കൊണ്ടുവരികയില്ല. ഈ മറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ, ബർസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ബുദ്ധിയെ അമ്പരിപ്പിക്കും. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യമല്ല അതൊരിക്കലും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തപ്പോ അങ്ങനൊക്കെ സംഭവിക്കൂ, ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ. നിന്റെ ബുദ്ധിയുടെ കുറവാണ്, നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ബുദ്ധിക്ക് എതിരായ ഒന്നും തന്നെ കൊണ്ടുവരികയില്ല എന്ന അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ബുദ്ധിക്ക് നമുക്ക് യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അതിനോളം വളരുന്നില്ല എങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ കുഴപ്പമാണ്, അത് പ്രമാണങ്ങളുടെ കുഴപ്പമല്ല. അങ്ങനെയുള്ള പ്രമാണങ്ങൾ, കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ശമിഅന വഅതഅന, സമഅൻ വതഅ, കേൾക്കുക, അനുസരിക്കുക. ഹദീസിൽ വന്നിട്ടുണ്ടോ, അത് സ്വഹീഹാണോ, ഖുർആനിൽ വന്നിട്ടുണ്ടോ, അത് അതുപോലെ സ്വീകരിക്കുക. ഒരു ചോദ്യം ചെയ്യലില്ലാതെ, അതിനെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളില്ലാതെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ബർസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. ബർസഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ ഒരു പദം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, ഒരുവനിലേക്ക് മരണം അത് വന്നെത്തിക്കഴിഞ്ഞാൽ, ദുനിയാവിൻ്റെ അശ്രദ്ധകളിൽ ജീവിച്ച് അങ്ങനെ മരണം ഒരുവന്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവൻ പറയും, റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കി തരണം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, എന്തിനാണ് മടക്കേണ്ടത്? ഞാൻ വീഴ്ച വരുത്തിയ ഒരുപാട് അമലുകളുണ്ട്, അതൊക്കെ ഞാൻ എന്ത് ചെയ്യാം? അതൊക്കെ തിരിച്ചു പിടിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കല്ലാ, ഒരിക്കലുമില്ല. ഇന്നമാ ഹുവ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വാക്കാണ്, അവനങ്ങനെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു അർത്ഥവും ഒന്നുമില്ല, അതിനൊരു യാഥാർത്ഥ്യമില്ലാത്തൊരു വെറും വാക്കാണത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവരുടെ പിന്നിൽ ഒരു ബർസഖ് വരാനുണ്ട്. ഇലാ യൗമി യുബഅസൂൻ, അവർ പുനർജീവിപ്പിക്കപ്പെടുന്നത് വരെ, ബഅസ് വരേക്കും അവരുടെ പിന്നിൽ ഒരു ബർസഖ് ഉണ്ടായിരിക്കും, ഒരു മറയുണ്ടായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ച വാക്കാണ് ബർസഖ് എന്നുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അത് മരിച്ചതിന് ശേഷം ബഅസ് വരെ, ഖബറിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടം, അതിനാണ് ഹയാത്തുൽ ബർസഖ് എന്ന് പറയാം. അതിന് ബർസഖ് അതല്ലെങ്കിൽ ഒരു മറ എന്നൊരു പേര് വരാനുള്ള കാരണം എന്താണ്? അത് ദുനിയാവും ദുനിയാവിൻ്റെ കാര്യങ്ങളുമായുള്ള ഒരു മറയാണ് എന്നതുകൊണ്ടാണ് അതിന് അത്തരത്തിലുള്ള ഒരു പേര് വരുന്നതിനുള്ള കാരണം. ഖുർആനിന്റെ ഈ ആയത്ത് വിശദീകരിക്കവേ ഇമാം അൽ ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വൽ ബർസഖു അൽ ഹാജിസു ബൈന ഷൈഅൈനി, രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഒരു മറയാണ് ബർസഖ് എന്ന് പറഞ്ഞാൽ. എന്താണ് അതിന്റെ മഅന? അൽ ബർസഖു മാ ബൈനൽ മൗതി ഇലൽ ബഅസി, ബർസഖ് എന്ന് പറഞ്ഞാൽ മരണത്തിനും ബഅസിനും ഇടയിലുള്ള ഒരു കാലഘട്ടം, അതാണ് ബർസഖ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദുനിയാവോ ദുനിയാവിൻ്റെ കാര്യങ്ങളുമായോ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ആ ദുനിയാവിനും ദുനിയാവിൻ്റെ കാര്യങ്ങളുമായി ഒരു മറയിടപ്പെട്ട അവസ്ഥയിലായിരിക്കും. എന്നാൽ പരലോകത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ബർസഖിന് ആ ഒരു പേര് വരുന്നതിനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ബർസഖിൻ്റെ ഒരു രത്ന ചുരുക്കം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ച സുദീർഘമായ ഒരു ഹദീസിൽ ബർസഖിൻ്റെ ഒരു ചുരുക്കം, മരണം മുതൽ എന്താണ് അങ്ങോട്ട് പിന്നെ സംഭവിക്കുന്നത് എന്നതിനുള്ള ഒരു ചുരുക്കം വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറയുന്നുണ്ട്. നമ്മൾ പലരും കേട്ട ഹദീസായിരിക്കുമെങ്കിലും ഈ സന്ദർഭത്തിൽ അത് ഓർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ. ഒരു മുഅ്മിനായ വ്യക്തി അവൻ ദുനിയാവിൽ നിന്ന് വിരമിക്കുമ്പോൾ, പരലോകത്തിലേക്ക് കടക്കാനാകുമ്പോൾ, അഥവാ മരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്നുള്ള വിരമിക്കലാണ്, അതുപോലെ തന്നെ പരലോകത്തേക്ക് കാലെടുത്തു വെക്കലാണ്, അതുപോലെ തന്നെ അമലുകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടലാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ. മരണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ദുനിയാവിൽ നിന്ന് വിരമിക്കലാണ്, പരലോകത്തിലേക്ക് കാലെടുത്തു വെക്കലാണ്, അമലുകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടലാണ്. അപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ വന്നെത്തിയാൽ, നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൽ വുജൂഹി, മലക്കുകളിൽപ്പെട്ട ചില മലക്കുകൾ ആകാശത്ത് നിന്ന് അവനിലേക്ക് ഇറങ്ങി വരും. അവരുടെ മുഖം വെളുത്ത ഭംഗിയുള്ള മുഖമായിരിക്കും. കഅന്ന വുജൂഹഹുമുശ് ശംസ്, അവരുടെ മുഖം അത് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. മഅഹും കഫനുൻ മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവുണ്ടായിരിക്കും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ മലക്കുകൾ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, ഈ വ്യക്തിയുടെ അരികിലിരിക്കും. ആ വ്യക്തിയുടെ കണ്ണെത്താ ദൂരത്തോളം മലക്കുകൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് സുമ്മ യജീഉ മലക്കുൽ മൗതി ഹത്താ യജ്ലിസ ഇൻദ റഅസി, എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. എന്നിട്ട് ഈ വ്യക്തിയുടെ, മരിക്കാൻ പോകുന്ന ഈ വ്യക്തിയുടെ തലയുടെ ഭാഗത്തിരിക്കും. എന്നിട്ട് വളരെ സൗമ്യമായി, വളരെ മാന്യതയോടുകൂടി പറയും, അയ്യതുഹൻ നഫ്സു തയ്യിബ, അല്ലയോ നല്ല ആത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് പറയും, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നീ ഇറങ്ങി വരൂ എന്ന് ആ ആത്മാവിനോട് പറയൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്കുൽ മൗത്ത് ഈ റൂഹിനെ ശരീരത്തിൽ നിന്ന് പിടിക്കുന്നതിന് ഒരു ഉപമ പറയുകയാണ്. ഫതഖ്റുജു കമാ തസീലുൽ ഖത്റതു മൻ ഫിസ്സഖ, മനോഹരമായ ഉദാഹരണമാണ്. ആ റൂഹിനെ മലക്ക് എങ്ങനെ പിടിക്കാന്നറിയോ? ഒരു പാനപാത്രത്തിൽ നിന്ന് മറ്റൊരു പാനപാത്രത്തിലേക്ക് വെള്ളം ഇങ്ങനെ കുത്തി ഒഴിച്ചാൽ, ഇങ്ങനെ കോരി ഒഴിച്ചാൽ എത്ര സുഗമമായിട്ടായിരിക്കും ആ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങനെ വീണുകൊണ്ടിരിക്കുക. അതുപോലെ ലോലമായി ആ ശരീരത്തിൽ നിന്ന് ആ ആത്മാവ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഫയഖുദുഹ, അങ്ങനെ ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഫയഖുദുഹ, മലക്കുൽ മൗത്ത് അതിനെടുക്കും. ഫഇദാ അഖദഹ, എടുത്ത ഉടനെ തന്നെ ലം യദഉഹ ഫീ യദിഹി തർഫത ഐൻ, ഒരു കണ്ണ് വെട്ടി തുറക്കുന്ന സമയം പോലും മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ റൂഹിനെ വെക്കുകയില്ല. മറിച്ച് ഹത്താ യഖുദൂഹ ഫയജഅലൂഹ ഫീ ദാലികൽ കഫനി വഫീ ദാലികൽ ഹനൂത്ത്, അപ്പോൾ തന്നെ ആ റൂഹ് പുറത്തു വന്ന മാത്രയിൽ തന്നെ എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ ആ സുഗന്ധത്തിൽ ആ റൂഹിനെ അവർ വെക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ റൂഹിൽ നിന്ന് ഏറ്റവും നല്ല സുഗന്ധം പുറത്തേക്ക് വരും. ഭൂമിയിൽ തന്നെ ഏറ്റവും നല്ല മണം, ഏറ്റവും നല്ല ഗന്ധം ആ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് ഈ മലക്കുൽ മൗത്തും അദ്ദേഹത്തിനോടൊപ്പമുള്ള മലക്കുകളും എന്ത് ചെയ്യും? ഈ റൂഹുമായി അവർ ആകാശത്തേക്ക് കയറിപ്പോകും. എന്നിട്ട് ഫലാ യമുറൂന ബിഹാ അലാ മലകിൻ മിനൽ മലായികതി ഇല്ലാ ഖാലു മാ ഹാദാ റൂഹു ത്തയ്യിബ്,
ഓരോ ആകാശത്തിൻ്റെ മലക്കുകളിൽ എത്തുമ്പോഴും ഓരോ മലക്കുകളും അങ്ങനെ കടന്നു പോകുമ്പോൾ ചോദിക്കും, ഏതാണ് ഇത്രയും നല്ല റൂഹ്, ഇത്രയും നല്ല ആത്മാവ് ആരുടേതാണ് എന്നവരങ്ങനെ ചോദിക്കുമെന്നാണ്. അപ്പോൾ ആ മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ഫിദ്ദുനിയ. ദുനിയാവിൽ അയാളെ വിളിച്ച പേരുകളിൽ ഏറ്റവും നല്ല പേര് പറഞ്ഞുകൊണ്ട് ഇത് ഇന്ന ആളുടെ മകൻ ഇന്നവനാണ് എന്ന് ആ മലക്കുകൾ എന്ത് ചെയ്യും? അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഓരോ ആകാശ കവാടങ്ങളും അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? തുറന്നു കൊടുക്കപ്പെടും. ഓരോ ആകാശ കവാടങ്ങളും അവർക്ക് തുറന്നു കൊടുക്കപ്പെടും. ഓരോ ആകാശ കവാടത്തിൻ്റെ അരികിലുള്ള മലക്കുകളും ആ റൂഹിനെ, ആ ആത്മാവിനെ ഏറ്റവും നല്ല രൂപത്തിൽ യാത്രയയക്കും. അങ്ങനെ ഏഴാനാകാശത്തിൻ്റെ അരികിൽ വരെ ഈ റൂഹ് അതുമായി മലക്കുകൾ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലീൻ. എൻ്റെ അടിമയുടെ, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അബ്ദി, എൻ്റെ അടിമ എന്നാണ് പറയുന്നത്. എൻ്റെ അടിമയുടെ ഈ രേഖ, ഈ പേര്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇല്ലീനിൽ രേഖപ്പെടുത്തണം. എന്നിട്ട് വഈദു അബ്ദി ഇലൽ അർദ്, എൻ്റെ അടിമയെ നിങ്ങൾ ഭൂമിയിലേക്ക് മടക്കണം. കാരണം ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റ. ആ മണ്ണിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ് നാം അവരെ സൃഷ്ടിച്ചത്. അതിലേക്ക് തന്നെ നാം അവരെ മടക്കുകയും അതിൽ നിന്ന് തന്നെ വീണ്ടും അവരെ ജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് ഫതുആദു റൂഹുഹു ഫീ ജസദി, അവൻ്റെ റൂഹ് അവൻ്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? മടക്കപ്പെടും. അവൻ്റെ റൂഹ് അവൻ്റെ ശരീരത്തിലേക്ക് മടക്കപ്പെടും. അങ്ങനെ ആ റൂഹ് ശരീരത്തിലേക്ക് മടക്കപ്പെട്ടാൽ ഫയതീഹി മലകാനി, രണ്ട് മലക്കുകൾ വരും. ഫയുജിലിസാനിഹി, ആ രണ്ട് മലക്കുകൾ എന്ത് ചെയ്യും? ഇവനെ എഴുന്നേൽപ്പിച്ചിരുത്തും, ഈ വ്യക്തിയെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് അവർ ചോദിക്കും, ഫയഖൂലാനി ലഹു, അവരോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയും. അവർ ചോദിക്കും, മാ ദീനുക, നിന്റെ ദീൻ ഏതാണ് എന്ന് ചോദിക്കും. അവൻ പറയും, ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയും. എന്നിട്ട് അവർ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്ത് ചോദിക്കും, മാ ഹാദർ റജുലു അല്ലദി ബുഇസ ഫീകും, ഈ വ്യക്തി ആരാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഹുവ റസൂലുള്ളാഹ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് പറയും. പിന്നീട് അവർ ചോദിക്കും, വമാ ഇൽമുക, നിന്റെ അറിവെന്താണ്? അപ്പോൾ അവൻ പറയും, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അല്ലാഹുവിൻ്റെ കിതാബ് വായിച്ചു, അതിലുള്ളത് ഞാൻ വിശ്വസിച്ചു, അതിലുള്ളത് ഞാൻ അതേപോലെ സത്യപ്പെടുത്തുകയും ചെയ്തു. ഇത്രയും കഴിയുമ്പോൾ ഫയുനാദി മുനാദി മിനസ്സമ, ആകാശത്ത് നിന്നൊരു വിളിയുണ്ടാകും. എന്താണ് പറയുക? അൻ സദഖ അബ്ദി, എൻ്റെ അടിമ അവൻ പറഞ്ഞത് സത്യമായതുകൊണ്ട് തന്നെ ഫഅഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, അവന് സ്വർഗത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, അങ്ങനെ എന്ത് ചെയ്യും? സ്വർഗത്തിൻ്റെ പരിമളവും സ്വർഗത്തിൻ്റെ സുഗന്ധവും എല്ലാം ഇവൻ്റെ ഖബറിലേക്ക് വന്നു വരും. അങ്ങനെ വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരിഹി, അവൻ്റെ ഖബർ എന്ത് ചെയ്യും? അവൻ്റെ കണ്ണെത്താ ദൂരം വരെ അവൻ എന്ത് ചെയ്യും? വിശാലമാക്കപ്പെടും. എന്നിട്ട് ഇതിന് ശേഷം വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി, നല്ല മുഖമുള്ള, നല്ല മുഖഭംഗിയുള്ള ഒരാൾ ഇവൻ്റെ ഖബറിലേക്ക് വരും. ഹസനു സിയാബ്, നല്ല വസ്ത്രമായിരിക്കും അയാൾ ധരിച്ചിട്ടുണ്ടായിരിക്കുക. തയ്യിബുർ റീഹ്, നല്ല ഗന്ധമായിരിക്കും അയാൾക്കുണ്ടായിരിക്കുക. എന്നിട്ട് പറയും, അബ്ശിർ ബില്ലദീ യസുറുക ഹാദാ യൗമുക അല്ലദീ കുൻത തുഅദ്, നീ സന്തോഷിക്കുക,
നിനക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യമായിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിന്റെ ദിവസം ഇതാണ് എന്ന് അയാൾ പറയും. അപ്പൊ ഈ ഖബറിൽ കിടക്കുന്ന ആൾ ചോദിക്കും, മൻ അൻത, നീ ആരാണ്? അപ്പോൾ വന്ന അയാൾ പറയും, ഫവജ്ഹുക അൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നീ ആരാണ്? നിന്റെ മുഖം കണ്ടിട്ട് നിന്നെ നല്ല പരിചയമുള്ളതുപോലെയുണ്ട്, നിന്നെ കാണുമ്പോൾ തന്നെ ഖൈറുള്ള ഒരാളായി തോന്നുന്നുണ്ട്, നീ ആരാണ്? അപ്പോൾ അയാൾ പറയും, അന അമലുക സ്സാലിഹ്, ഞാൻ നീ ചെയ്ത നല്ല പ്രവർത്തനങ്ങളാണ്. ഫയഖൂലു റബ്ബി അഖിമിസ്സാഅ, അപ്പോൾ അയാൾ പറയും, അല്ലാഹുവേ, അന്ത്യദിനം നീ എത്രയും പെട്ടെന്ന് ആക്കണമേ. റബ്ബി അഖിമിസ്സാഅ, അല്ലാഹുവേ, നീ അന്ത്യദിനം എത്രയും പെട്ടെന്ന് സംഭവിപ്പിക്കണമേ എന്ന് ഇയാൾ പറയും എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ സഹോദരങ്ങൾ, ഇതാണ് ഒരു മുഅ്മിനിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ടതിന് ശേഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങളും. ഒരു മുഅ്മിനിന്റെ അന്ത്യം ഇപ്രകാരമായിരിക്കും. അവന് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾ ചോദിക്കുമ്പോൾ അവന് ഉത്തരം പറയാൻ സാധിക്കും. ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്. ആരാണ് ചോദിക്കുമ്പോൾ മുഅ്മിനീങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ പോലും കാണാത്തവർ പറയും, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട, അവിടുത്തോടൊപ്പം ജീവിച്ച, അവിടുത്തെ കാലഘട്ടത്തിൽ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അവിടുത്തെ കുടുംബക്കാർ, കുഫാറുകളായി മരിച്ചുപോയ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു മുഅ്മിനീങ്ങളെ അൽ ഖൗലു സാബിത്ത് കൊണ്ട് ദുനിയാവിലും പരലോകത്തിലും അവരെ ഉറപ്പിച്ചു നിർത്തും. ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം, ദുനിയാവിൽ അവരെ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ ഉറച്ച ഉത്തരം നൽകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, മലക്കുകൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളെ എഴുന്നേൽപ്പിച്ചിരുത്തും എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ചില ആളുകൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിലും ഇന്ന് ചില ആളുകൾ ഇതിനെ നിഷേധിക്കുന്നു. എന്താണ് അവർ പറയുക? ഖബറിൽ ഒരാളെ എഴുന്നേൽപ്പിച്ചിരുത്തുക, അവിടെ അതിന് മാത്രം സ്ഥലമുണ്ടോ? ആണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ബുദ്ധിയെ അമ്പരിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രമാണങ്ങളിൽ വരും. പക്ഷെ പ്രമാണങ്ങൾ അതൊരിക്കലും ബുദ്ധിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രമാണങ്ങളിൽ ഉണ്ടാവുകയില്ല. ഇത് ബുദ്ധി ഉപയോഗിച്ച് അവർ ചിന്തിക്കുന്നത് തന്നെ ബുദ്ധിക്കെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് മനസ്സിലാക്കിയാൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യം വരില്ല. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എല്ലാത്തിനും കഴിയും. അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാത്തത് കൊണ്ടാണ് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തുള്ള വിശ്വാസം അത് ശരിയാകുന്നതിന് മുമ്പ് അൽ ഈമാനു ബില്ല ശരിയാകണം. അള്ളാഹുള്ള വിശ്വാസം ശരിയാകണം. അള്ളാഹുള്ള വിശ്വാസം ശരിയായാൽ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ അത് ശരിയാകും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു മുഅ്മിനിന്റെ റൂഹുമായി ബന്ധപ്പെട്ട അവന്റെ മരണവും അതിന് തൊട്ടുശേഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കുക, ഇന്നൽ അബ്ദൽ കാഫിർ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിന ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ. ഒരു കാഫിറായവൻ മരിക്കുമ്പോൾ, അവൻ ദുനിയാവിൽ നിന്ന് വിരമിക്കുമ്പോൾ പരലോകത്തിലേക്ക് അവൻ കടക്കുമ്പോൾ, നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ സൂദുൽ വുജൂഹ്, കറുത്ത ഇരുണ്ട മുഖമുള്ള മലക്കുകൾ അവനിലേക്ക് ഇറങ്ങും. കുഫാറുകളും ഫുസാഖുകളും മുനാഫിഖുകളും അവരുടെ അന്ത്യം ഇതുപോലെയായിരിക്കും. അവരെ റൂഹ് പിടിക്കാൻ കറുത്ത് ഇരുണ്ട മുഖമുള്ള മലക്കുകളാണ് അവരിലേക്ക് ഇറങ്ങി വരിക. മഅഹുമുൽ മുസൂഹ്, ആ മലക്കുകളുടെ കയ്യിൽ വളരെ പരുക്കമായ വസ്ത്രമുണ്ടായിരിക്കും. പരുക്കമായ വസ്ത്രം, തുണി അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും ഈ റൂഹിനെ വെക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ആ മലക്കുകൾ ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ,
അയാളുടെ കണ്ണെത്താ ദൂരം വരെ ആ മലക്കുകൾ ഇരിക്കും. എന്നിട്ട് സുമ്മ യജീഉ മലക്കുൽ മൗതി ഹത്താ യജ്ലിസ ഇൻദ റഅസി, പിന്നീട് മലക്കുൽ മൗത്ത് വരികയും ഇവന്റെ തലയുടെ ഭാഗത്ത് ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് പേടിപ്പിച്ചുകൊണ്ട് പറയും, ഭീതിപ്പെടുത്തിക്കൊണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ യദ്റിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും അവരുടെ മുതുകിലും എല്ലാം അടിച്ച് പേടിപ്പിച്ചുകൊണ്ട് ഭീതിപ്പെടുത്തിക്കൊണ്ട് പറയും, അയ്യതുഹൻ നഫ്സുൽ ഖബീസ, ഏറ്റവും മോശമായ ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബ്, അള്ളാഹുവിന്റെ കോപത്തിലേക്ക്, അള്ളാഹുവിന്റെ അതൃപ്തിയിലേക്ക് നീ ഇറങ്ങി വരിക. എന്തായിരിക്കും സഹോദരങ്ങളെ ആ ഒരു അവസ്ഥ? ആ റൂഹ് പിടിക്കുമ്പോൾ തന്നെ അവന്റെ ദൗർഭാഗ്യം അവന് ബോധ്യപ്പെടും. ആ മലക്കുകളെ കാണുമ്പോൾ തന്നെ അവനത് ബോധ്യപ്പെടും. അതിനോടൊപ്പം അവനെ പേടിപ്പിക്കും. നീ പോകുന്നതിനെ അള്ളാഹുവിന്റെ കോപത്തിലേക്കും അതൃപ്തിയിലേക്കുമാണ് എന്ന മോശമായ സന്തോഷ വാർത്ത അവനെ അറിയിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവന്റെ റൂഹിനെ പിടിക്കുന്നതിന്റെ ഉപമ പറയുകയാണ്, ഫതഫറഖു ഫീ ജസദിഹി ഫയൻതസിഉഹാ കമാ യുൻതസഉ അസ്സുഫൂദു മിന അസ്സൂഫിൽ മബ്ലൂൽ. ആ റൂഹ് ശരീരത്തിൽ നിന്ന് ഇറങ്ങാൻ വിസമ്മതിക്കും. അങ്ങനെ ബലം പിടിച്ച് ആ മലക്കുൽ മൗത്ത് എന്ത് ചെയ്യും? അവന്റെ റൂഹിനെ പിടിക്കും. ഏതുപോലെ എന്നറിയുമോ? നനഞ്ഞ് കുതിർന്ന പഞ്ഞിക്കെട്ട്, അത് ഒരു ഇരുമ്പ് ദണ്ടിൽ നിന്ന്, കുളത്തുകളുള്ള ഇരുമ്പ് ദണ്ടിൽ നിന്ന് എങ്ങനെയാണോ അതിനെ വലിച്ചെടുക്കുക, അതുപോലെയായിരിക്കും അവന്റെ റൂഹിനെ അവന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ട്, അത് ഒരു ഇരുമ്പ് ദണ്ട്, കുളത്തുകളുള്ള ഇരുമ്പ് ദണ്ട്, അതിൽ നിന്ന് എങ്ങനെയാണ് വലിച്ചെടുക്കുക? വലിച്ചെടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? അത് കീറിപ്പറയും, അത് ഛിന്ന ഭിന്നമാകും. അതുപോലെയായിരിക്കും ഇവന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ റൂഹ് പുറത്തേക്ക് വന്നാൽ ഒരു നിമിഷം പോലും അവരുടെ കയ്യിൽ ആ റൂഹിനെ വെക്കുകയില്ല. അപ്പോൾ തന്നെ അവർ കൊണ്ടുവന്ന ആ പരുക്കമായ ആ കഫൻ പുടവയിലേക്ക് ആ റൂഹിനെ മാറ്റും. അങ്ങനെ ആ റൂഹ് ഭൂമിയിൽ വെച്ച് ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഗന്ധമായിരിക്കും ആ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരിക. എന്നിട്ട് ഈ മലക്കുകൾ ഈ റൂഹുമായി ആകാശത്തേക്ക് കയറും. അങ്ങനെ ഓരോ മലക്കുകളും ആ റൂഹിന്റെ മോശമായ അവസ്ഥ അറിഞ്ഞുകൊണ്ട്, അത് കണ്ടുകൊണ്ട് ഓരോ മലക്കുകളും ചോദിക്കും, മാ ഹാദർ റൂഹു അൽ ഖബീസ്, ഏതാണ് ഇത്രയും മോശമായ റൂഹ്? ആരുടേതാണ്? ദുനിയാവിൽ തന്നെ ഇവനെ വിളിക്കപ്പെട്ട ഏറ്റവും മോശമായ പേര് പറഞ്ഞുകൊണ്ട് ഇവൻ ഇന്നവന്റെ മകൻ ഇന്നവനാണ് എന്ന് ഈ റൂഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഒരു വാതിലും ഒരു ആകാശ കവാടവും ഇവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ഇവന് വേണ്ടി ഒരു ആകാശ കവാടവും എന്ത് ചെയ്യൂല? തുറക്കപ്പെടുകയില്ല. എല്ലാവരും മടക്കും, എല്ലാവരും അവിടെ നിന്ന് മടക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ മുഅ്മിനിനെ അബ്ദി എന്ന് പറഞ്ഞു എങ്കിൽ ഇവൻ അങ്ങനെ പറയുന്നില്ല. ഇവനുള്ള അപമാനമാണത്. ഇവന്റെ കാര്യം പറയുന്നത് എന്താണ്? ഇവന്റെ രേഖ നിങ്ങൾ എന്ത് ചെയ്യുക? ഭൂമിയിലെ അടിത്തട്ടിലുള്ള സിജ്ജീനിൽ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. അങ്ങനെ ഇവന്റെ റൂഹ് ഫതുത്രഹു റൂഹുഹു തർഹൻ, മുഅ്മിനിന്റെ റൂഹ് അവന്റെ ശരീരത്തിലേക്ക് മടക്കപ്പെട്ടു എങ്കിൽ ഇവന്റെ റൂഹ് ഒരു വലിച്ചെറിയലാണ് ഉണ്ടാവുക. ഇവന്റെ റൂഹിനെ അങ്ങനെ ആട്ടി പറഞ്ഞയച്ച് വലിച്ചെറിയും. അങ്ങനെ ഇവന്റെ റൂഹ് അവന്റെ ശരീരത്തിലേക്ക് മടക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് മലക്കുകൾ വരും. എന്നിട്ട് ആ മലക്കുകൾ ഇവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് ഇവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അട്ടഹസിച്ചു പറയും, ഹാ ഹാ ലാ അദ്രി എന്ന് പറയും, എനിക്കറിയില്ല എന്ന് പറയും. മാ ദീനുക, നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ അട്ടഹസിച്ചു കൊണ്ട് പറയും, എനിക്കറിയില്ല എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് ചോദിക്കും, ഇതാരാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, അറിയില്ല എന്ന് പറയും. അങ്ങനെ ആകാശത്ത് നിന്ന്
ഒരു വിളിയാളമുണ്ടാകും, ഇവൻ പറഞ്ഞത് കളവാണ്, ഇവൻ കള്ളനാണ്. ഫഅഫ്രിശൂഹു മിനന്നാർ, ഇവന്റെ നരകത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള ഒരു വാതിൽ ഇവന് നിങ്ങൾ തുറന്നു കൊടുക്കുക. അങ്ങനെ ഫയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, നരകത്തിന്റെ ചൂടും ആ നരകത്തിലെ പുകയും കരിമ്പുകയുമെല്ലാം ഇവന്റെ ഖബറിലേക്ക് വരും. വയുദയ്യഖു അലൈഹി ഖബ്റുഹു, അവന്റെ ഖബർ ഇടുക്കപ്പെടും. എത്രത്തോളം എന്നാൽ ഹത്താ തഖ്തലിഫ അലൈഹി അദ്ലാഉഹു, അവന്റെ വാരിയെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകും. അത്രത്തോളം അവന്റെ ഖബറിൽ അവൻ ഇടുക്കപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഒരു മോശം മുഖമുള്ള, ഖബീഹുൽ വജ്ഹ്, മോശം മുഖമുള്ള, വളരെ മോശം വസ്ത്രം ധരിച്ച, വളരെ മോശം ഗന്ധമുള്ള ഒരാൾ വന്നുകൊണ്ട് പറയും, നിനക്ക് വിഷമമുള്ള, നിനക്ക് സങ്കടമുള്ള, ദുഃഖമുള്ള ഒരു കാര്യമായിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത്. പുള്ളിയാൾ ചോദിക്കും, ആരാണ് നീ? നിന്നെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു, നീ ഒരു ഷർറുമായി വന്നവനാണ് എന്ന് മനസ്സിലാകുന്നു, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അന അമലുകൽ ഖബീസ്, ഞാൻ നിന്റെ മോശമായ അമലാണ് എന്ന് ഈ വന്ന വ്യക്തി ഇവനോട് പറയും. ഇത്രയുമാകുമ്പോൾ ഇയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, റബ്ബി ലാ തുഖിമിസ്സാഅ, അള്ളാഹുവെ നീ അന്ത്യദിനം അത് സംഭവിപ്പിക്കല്ലേ റബ്ബേ എന്ന് ഇവൻ പറയും എന്നാണ്. അപ്പോൾ നോക്കൂ, മുഅ്മിനായ വ്യക്തി അള്ളാഹുവിനോട് 2 തവണ പറഞ്ഞത്, അള്ളാഹുവെ അന്ത്യദിനം എത്രയും പെട്ടെന്ന് ആക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്താ? അവനിപ്പോൾ തന്നെ ഒരുപാട് സുഖങ്ങൾ അവൻ്റെ ഖബറിലേക്ക് വന്നു. അപ്പോൾ അന്ത്യദിനം സംഭവിച്ചാൽ അവൻ്റെ കുടുംബക്കാരോട് അവന് ഈ കിട്ടിയ സുഖങ്ങൾ പറയണം. അതുപോലെ തന്നെ ഇനി കൂടുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവന് ലഭിക്കണം. ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്, അള്ളാഹുവെ അന്ത്യദിനം സംഭവിപ്പിക്കണം. പക്ഷേ ഇവനാകട്ടെ അന്ത്യദിനം സംഭവിപ്പിക്കല്ലേ എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ അവൻ ഒരുപാട് നിന്ദതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ത്യദിനം സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇത് വർദ്ധിക്കും എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിനോട് ഇവൻ എന്ത് പറയാണ്? അന്ത്യദിനം ഒരിക്കലും സംഭവിപ്പിക്കല്ലേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നോക്കൂ, കുഫാറുകൾക്ക്, മുനാഫിക്കുകൾക്ക്, ഫുജ്ജാറുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. അത് ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് നിഷേധിക്കുവാൻ പാടില്ല. അത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ പെട്ട കാര്യമാണ്. ഒരുവൻ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അവന് കുഫ്ർ സംഭവിക്കും. ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിനുള്ള തെളിവ്, ഖുർആനിൽ നിന്നുള്ള തെളിവ് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെയും അവന്റെ ആളുകളെയും കുറിച്ച് പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, നരകം അവർക്ക് എന്തെയും പ്രദർശിപ്പിക്കപ്പെടും. രാവിലും വൈകുന്നേരവുമായി നരകം അവർക്ക് പ്രദർശിപ്പിക്കപ്പെടും. വയൗമ തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കുന്ന ദിവസം, അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔനിനെ നിങ്ങൾ കഠിനമായ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് പറയപ്പെടും. അപ്പോൾ നോക്കൂ, നരകം രാവിലും വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെടുന്നു പറഞ്ഞത് ഖബർ ജീവിതത്തിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറയുന്നത് എന്താ? വയൗമ തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്തേ നരകത്തിൽ പ്രവേശിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഖബർ ശിക്ഷക്കുള്ള തെളിവായിട്ട് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് രാവിലെയും വൈകുന്നേരം അവർക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടുന്ന നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണെന്നാണ് ദുർവ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറയുന്നത് എന്താ? ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ശിക്ഷയിലേക്ക് നിങ്ങൾ അവരെ പ്രവേശിപ്പിക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പം ഖിയാമത്ത് നാളാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നരകത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രവേശിപ്പിക്കുന്നത്. അതിനു മുമ്പ് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവർക്ക് നരകം കാണിച്ചു കൊടുക്കൂ, പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് അത് ഖബർ ജീവിതത്തിലാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശി,
നിങ്ങളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യും? നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് കാണിക്കപ്പെടും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന. അവൻ സ്വർഗത്തിന്റെ ആളാണെങ്കിൽ സ്വർഗത്തിൽ അവന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കും. വഇൻ കാന മിൻ അഹ്ലിൻ നാർ ഫഹുവ മിൻ അഹ്ലിൻ നാർ. നരകത്തിന്റെ ആളാണെങ്കിലോ നരകത്തിലെ അവന്റെ സ്ഥാനം അവന് കാണിച്ചു കൊടുക്കപ്പെടും. ഫയുഖാലു, എന്നിട്ട് അവനോട് പറയും, ഹാദാ മഖഅദുക ഹത്താ യബ്അസക അല്ലാഹു യൗമൽ ഖിയാമ. ഈ ഹദീസ് മറ്റേ ആയത്തിനെ വിശദീകരിക്കുന്നതാണ്. ഈ സ്ഥാനം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ നിന്റെ സ്ഥാനം, നിന്റെ ഇരിപ്പിടം ഇവിടെയായിരിക്കുമെന്ന് അവനോട് പറയപ്പെടും എന്നതാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമായിരിക്കും. കുഫാറുകൾക്ക് ഖേദവും അതുപോലെ തന്നെ നഷ്ടവുമായിരിക്കും. ഇമാം അൽ ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇമാം ഖതാദ അവരെ പോലെയുള്ള മഹാന്മാരെ മുഫസ്സിറുകൾ അവർ പറയുന്നത്, തുഅറദു റൂഹു കുല്ലി കാഫിരിൻ അലൻ നാരി ബുക്റതൻ വഅശിയൻ മാ ദാമത്തി ദുനിയ. ദുനിയാവ് നിലനിൽക്കുന്നിടത്തോളം കാലം ഓരോ കാഫിറിന്റെയും റൂഹിന് അവന്റെ നരകത്തിലെ ഇരിപ്പിടം ഓരോ രാവിലും വൈകുന്നേരവുമായി എന്ത് ചെയ്യും? അവർക്ക് കാണിക്കപ്പെടും എന്നുള്ളതാണ്. ചില ഹദീസുകളിൽ കാണാൻ പറ്റും, ഈ ഫിർഔനും അവന്റെ ആളുകളും അവരുടെ റൂഹ് അതൊരു കറുത്ത പക്ഷിക്ക് അവരുടെ റൂഹ് അത് കൊടുക്കും. ആ കറുത്ത പക്ഷിയിൽ അവരുടെ റൂഹിനെ അള്ളാഹു പ്രവേശിപ്പിക്കും. എന്നിട്ട് ഓരോ രാവിലും വൈകുന്നേരവും ഈ പക്ഷികളെ ഇവരെ നരകത്തിൻ്റെ സ്ഥാനത്തിലൂടെ പറത്തി വിടും. അങ്ങനെയാണ് അവർക്ക് ഓരോ രാവിലെയും വൈകുന്നേരവുമായി നരകം പ്രദർശിപ്പിച്ചു കൊടുക്കുക എന്ന് ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നോക്കൂ, കുഫാറുകൾക്ക്, മുനാഫിക്കുകൾക്ക്, ഫുജാറുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ട് എങ്കിൽ മുഅ്മിനീങ്ങൾക്ക് ഖബറിൽ അനുഗ്രഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് നിങ്ങൾ മരിച്ചുപോയവർ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നേരെ മറിച്ച് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവർക്ക് റിസ്ഖ് നൽകപ്പെടുന്നുണ്ട്, അവർക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നുണ്ട്. കുഫാറുകൾക്ക് ശിക്ഷയുണ്ട് എങ്കിൽ മുഅ്മിനീങ്ങൾക്ക് എന്തുണ്ട്? അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിനുള്ള വ്യക്തമായ തെളിവ് ഹദീസിൽ വന്നതായി കാണാം, സ്വഹീഹായ ഹദീസിൽ വന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തശഹദ അഹദുക്കും ഫൽയസ്തഇദ് ബില്ലാഹി മിൻ അർബഈൻ. നിങ്ങൾ നിസ്കാരത്തിൽ തശഹുദിൽ ഇരുന്നാൽ 4 കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം. ഒന്നാമത്തേത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വമിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. നമുക്ക് ഈ ഹദീസിൽ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. ഖബറിൽ ശിക്ഷ ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കോ? ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കാൻ കൽപ്പിക്കോ? ഇല്ല. ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നെല്ലാം രക്ഷ ചോദിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഖബർ ശിക്ഷ അത് ഉണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ അറിയിക്കപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് എന്ത് ചെയ്തത്? ഖബർ ശിക്ഷയുണ്ട് എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് അറിയിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫി ഖുബൂരിക്കും, നിങ്ങൾ നിങ്ങളുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പരീക്ഷണം ഏതുപോലെ ആയിരിക്കും? അത് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയോടൊപ്പം അതുപോലെയുള്ള, അതല്ലെങ്കിൽ അതിനോട് സമാനതയുള്ള തരത്തിലുള്ള ഫിത്നയായിരിക്കും നിങ്ങൾ ഖബറിൽ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കപ്പെട്ടത് മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഗൗരവമുള്ള കാര്യമാണ്.
അവിടുന്ന് വഹി ലഭിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൻ നാർ. സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി കൽപ്പിച്ചു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അഊദു ബില്ലാഹി നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹുവിനോട് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചുകൊണ്ടേയിരുന്നു. ഖബർ ശിക്ഷ ഉണ്ട് എന്നതിനുള്ള തെളിവാണിത്. ഇമാം അൽ ഖസ്തല്ലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഖദ് കസുറത്തിൽ അഹാദീസ് ഫീ അദാബിൽ ഖബ്രി ഹത്താ ഖാല ഗൈറു വാഹിദിൻ ഇന്നഹാ മുതവാതിറത്തുൻ. ഖബർ ശിക്ഷയുണ്ട് എന്ന് തെളിയിക്കുന്ന ഹദീസുകൾ അത് ഒരുപാട് വന്നിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ ആ ഹദീസുകൾ മുതവാത്തിറത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മുതവാത്തിറത്ത് എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങൾക്കിടയിൽ നിഷേധിക്കാൻ ഒരു വകുപ്പുമില്ലാത്ത രീതിയിൽ സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒരുപാട് ഉദ്ധരിച്ച ഹദീസുകളാണ് മുതവാത്തിറത്തായ ഹദീസുകൾ. അപ്പൊ ഖബർ ശിക്ഷയുടെ ഹദീസുകൾ അത്തരത്തിൽ മുതവാത്തിറത്തായ ഹദീസുകളാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിഷേധിക്കുക എന്നുള്ളത് പാടില്ല. വഇല്ലം തസിഹ മിസ്ലുഹാ ലം യസിഹ ശൈഉൻ ഫീ അംരിദ്ദീൻ. അദ്ദേഹം അവസാനം പറയാണ്, ഖബർ ശിക്ഷയുടെ ഹദീസുകൾ സ്വഹീഹല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ദീനിലെ മറ്റൊരു കാര്യവും സ്വഹീഹല്ല എന്ന് പറയേണ്ടി വരും. അത്രത്തോളം സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ത്, ഖബർ ശിക്ഷ ഉണ്ട് എന്നുള്ളത്. അതിനെ നിഷേധിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുക? അപ്പോൾ ഖബർ ശിക്ഷ, അതിൽ വിശ്വസിക്കുക എന്നുള്ളത് അത് നമ്മളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. എന്നാൽ പല കക്ഷികളും ഖവാരിജുകളെ പോലെ അതുപോലെ തന്നെ മുഅ്തസിലി വിഭാഗങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടുണ്ട്. അവർ അതിനുള്ള കാരണം പറയുന്നത് അവരുടെ ബുദ്ധിയിൽ നിന്നാണ്. അവർ പറയുന്നത് എന്താ, ഞങ്ങൾ ഖബർ തുറന്നു നോക്കുമ്പോൾ മയ്യത്ത് അതുപോലെ തന്നെ ഉണ്ട്, നമ്മൾ അവിടെ ഒന്നും കാണുന്നില്ല. ശിക്ഷ കൊടുക്കുന്നതോ എഴുന്നേൽപ്പിച്ചിരുത്തുന്നതോ ആരെങ്കിലും വന്ന് ചോദിക്കും, ഒന്നും ഞങ്ങൾ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് ഖബർ ശിക്ഷ ഇല്ല എന്നാണ് ഇത്തരം ആളുകൾ വാദമായി പറയുന്നത്. മുൻഗാമികൾ ശക്തമായ അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വഅലം അന്ന അദാബൽ ഖബ്രി ഹുവ അദാബുൽ ബർസഖ്. ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ബർസഖിലെ ശിക്ഷയാണ്. فكل من مات وهو مستحق للعذاب ناله نصيبه منه. ഖബർ ശിക്ഷക്ക് അർഹനായിക്കൊണ്ടാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ അവന് അതിൽ നിന്ന് കിട്ടേണ്ട പങ്ക് കിട്ടുക തന്നെ ചെയ്യും. ഖുബിറ ഔ ലം യുഖ്ബർ, അവൻ ഖബറടക്കപ്പെട്ടാലും ഖബറടക്കപ്പെട്ടിട്ടില്ല എങ്കിലും, അക്ലതുഹു സിബാഉ ഔ ഇഹ്തറഖ, അവൻ്റെ മൃതശരീരത്തിനെ വന്യജീവികൾ തിന്നാലും അവൻ്റെ ശവശരീരത്തിനെ കത്തിക്കപ്പെടുകയും എന്നിട്ട് ഹത്താ സാറ റമാദൻ വനുസിഫ ഫിൽ ഹവ, അവൻ്റെ എല്ലുകളും അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളും അത് പൊടിയാക്കി വെണ്ണീറാക്കി വായുവിൽ അതിനെ പറത്തിവിട്ടാലും, ഔ സുലിബ, അതല്ലെങ്കിൽ അവൻ ക്രൂശീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും, ഔ ഗരിഖ ഫിൽ ബഹരി, അവൻ കടലിൽ മുങ്ങി മരിച്ചാലും, വസല ഇലാ റൂഹിഹി വബദനിഹി മിനൽ അദാബി മാ യസിലു ഇലൽ ഖുബൂർ, ഖബറിലെ റൂഹും ഖബറിലെ ശരീരവും ശിക്ഷ അനുഭവിക്കുന്നത് പോലെ തന്നെ ഈ പറയപ്പെട്ട ആളുകളുടെ റൂഹിനും ശരീരത്തിനും ശിക്ഷ എത്തുക തന്നെ ചെയ്യും. വമാ വറദ മിൻ ഇജ്ലാസിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, മലക്കുകൾ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നത് ഖബറടക്കിയ ആൾക്ക് മാത്രമല്ല, എങ്ങനെ മരിച്ചാലും ആ ഇരുത്തലും ചോദ്യം ചെയ്യലും എല്ലാം ഉണ്ടാകും. വഖ്തിലാഫി അദ്ലാഇഹി, അവൻ്റെ വാരിയല്ലുകൾ അത് ഖബറിൽ എടുക്കപ്പെടും എന്ന് പറഞ്ഞതും അത് ഖബറടക്കിയാലും ഈ പറഞ്ഞതുപോലൊക്കെ മരിച്ചാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ യുക്തി കൊണ്ട് ഇതിനെ എതിരിടുന്ന ആളുകൾ പല കാരണങ്ങൾ പറയും. അപ്പോൾ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തുക, ചോദ്യം ചെയ്യുക, ഖബറിൻ്റെ ഇടുക്കം, അതൊക്കെ മുങ്ങി മരിച്ച് ഡെഡ് ബോഡി കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെ ഉണ്ടാകുക? അതുപോലെ തന്നെ കത്തിക്കരിച്ച് അതുപോലെ തന്നെ ചാരമാക്കി കളഞ്ഞവരെ ഖബർ ശിക്ഷ എങ്ങനെയായിരിക്കും?
ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്, അത് കേൾക്കുക, അനുസരിക്കുക. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് അത് വിശ്വസിക്കൽ വളരെ അനിവാര്യമാണ്. അദ്ദേഹം പറയുന്നു ഫയജിബു അൻ യുഫ്ഹമ അനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുറാദഹു മിൻ ഗൈരി ഉലുവിൻ വലാ തഖ്സീർ. ഒരു കുറവും അതിര് കവിച്ചലുമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞത് നോക്കൂ. ഹത്താ ലൗ ഉല്ലിഖൽ മയ്യിതു അലാ റൂസിൽ അശ്ജാരി ഫീ മഹാബിർ റീഹ് ലഅസാബ ജസദഹു മിൻ അദാബിൽ ബർസഖി ഹവ്വഹു വനസീബഹു. ഒരാളെ കെട്ടിത്തൂക്കിയതാണ് എങ്കിൽ, ഒരാൾ മരിച്ചിട്ട് അവനെ കാറ്റ് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കിയിട്ടെന്ന് വിചാരിക്കുക. കാറ്റടിക്കുന്ന ഒരു സ്ഥലത്താണ് ഇവനെ കെട്ടിയിട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇവനെ മരിച്ചിട്ട് ഇവന്റെ ഡെഡ് ബോഡി അത് ഫ്രീസറിൽ തണുപ്പ് കൊള്ളാൻ വെച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിലും അവൻ ഖബർ ശിക്ഷക്ക് അർഹനാണ് എങ്കിൽ ഈ പറഞ്ഞതുപോലെ നരകത്തിന്റെ ചൂടും ശിക്ഷയും അവന് അനുഭവിക്കുക തന്നെ ചെയ്യും. ഇത് അഹ്ലുസുന്നത്തിൽ വൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അദ്ദേഹം പറയണം വലൗ ദുഫിന അർറജുലു സ്സാലിഹു ഫീ അതൂനിൻ മിൻ നാരിൻ. ഒരു നല്ല വ്യക്തി, മുഅ്മിനായ വ്യക്തി, അവരെ ആളുകൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് തീക്കുണ്ടാരത്തിലിട്ടിട്ടാണ് എങ്കിൽ, അവനെ തീക്കുണ്ടാരത്തിലിട്ട് വെച്ചിരിക്കുകയാണ് എങ്കിലും ലഅസാബ ജസദഹു മിൻ നഈമിൽ ബർസഖി വറൂഹിഹി നസീബഹു വഹബ്ബഹു. അല്ലാഹു അവന് തീരുമാനിച്ച സ്വർഗത്തിന്റെ തണുപ്പും സ്വർഗത്തിന്റെ പരിമളവും അവന്റെ ശരീരം അത് തീക്കുണ്ടാരത്തിലാണെങ്കിലും അവന് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെ മരിച്ചു, അവന്റെ ഡെഡ് ബോഡി എവിടെ, അവന്റെ ശരീരം എവിടെ എന്നുള്ളതൊന്നല്ല. ഖബർ ശിക്ഷക്കാന് അർഹനാണോ, അവൻ എവിടെയാണ്, ഏതവസ്ഥയിലാണെങ്കിൽ അവനത് ലഭിച്ചിരിക്കും. ഖബറിലെ അനുഗ്രഹങ്ങൾക്ക് അർഹനാണോ, അത് ഏതവസ്ഥയിലാണെങ്കിലും അവന് ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. ഈ തീക്കുണ്ടാരത്തിലിട്ട ആളെ സംബന്ധിച്ചിടത്തോളം ആ തീയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തണുപ്പുള്ളതാക്കി മാറ്റും. അള്ളാഹുവിന് കഴിവുള്ള കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഈ ലോകത്തിലെ പദാർത്ഥങ്ങൾ, ഈ ലോകത്തിലെ മൂലകങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിനനുസരിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. തീയും വെള്ളവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ വെള്ളത്തിന് അതിന് ചൂടുള്ളതാകാൻ പറ്റും. തണുപ്പുള്ള വെള്ളത്തിന് അള്ളാഹുവിൻ്റെ കൽപ്പന അതനുസരിച്ചുകൊണ്ട് തണുപ്പുള്ള വെള്ളം അത് ചൂട് നൽകാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിയായ തീ, ആ തീ അള്ളാഹു കൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അത് തണുപ്പുള്ളതായി മാറും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തണുപ്പും സമാധാനവും ഉള്ളത് ആയി നീ മാറണമെന്ന് അള്ളാഹു തീയിനോട് കൽപ്പിച്ചതുപോലെ. ഇത് പ്രത്യേകം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ, വമൻ അൻകറ ഹാദാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും നിഷേധിച്ചാൽ ഫഖദ് ജഹദ റബ്ബൽ ആലമീൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചിരിക്കുന്നു. വകഫറ ബിഹി വഅൻകറ റുബൂബിയ്യതഹു, അവൻ കാഫിറായിരിക്കുകയും അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ അവർ നിഷേധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ. അദ്ദേഹം പറഞ്ഞു ഫഇൻ ഖീല ഫനഹ്നു നുശാഹിദുൽ മയ്യിത അലാ ഹാലിഹി ഫീ ഖബ്രിഹി ഫകൈഫ യുസ്അലു വയുഖഅദു വയുദ്റബു ബിമതാരിഖ മിൻ ഹദീദിൻ വലാ യദ്ഹറു ലഹു അസറുൻ. ഇനി ചില ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങൾ മയ്യത്തിനെ കാണുന്നുണ്ടല്ലോ, അതേ അവസ്ഥയിൽ തന്നെയാണ് മയ്യത്ത് ഖബറിലുള്ളത്, എങ്ങനെയാണ് അതിനെ ചോദിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അതിനെ ഖബറിൽ എഴുന്നേൽപ്പിച്ച് ഇരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് മലക്കുകൾ അവനെ അടിക്കുന്നത് എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ, അതിൻ്റെ അടയാളങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കുള്ള മറുപടി എന്താണ്? അന്ന ദാലിക ഗൈറു മുംതനിൻ, അതൊന്നും നടക്കാത്ത അസംഭവ്യമായ കാര്യങ്ങളൊന്നുമല്ല ഖബറിൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഖബറിൽ നടക്കാത്ത അസംഭവ്യമായ കാര്യങ്ങളല്ല. ബൽ ലഹു നളീറുൻ ഫിൽ ആദതി, മനുഷ്യന്റെ നിത്യജീവിതത്തിൽ തന്നെ അതിനുള്ള തെളിവുണ്ട്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് ബുദ്ധി കൊണ്ട് തന്നെ മറുപടി കൊടുക്കുകയാണ്. ബൽ ലഹു നളീറുൻ ഫിൽ ആദതി, അവർക്ക് എന്തുണ്ട്?
നിത്യജീവിതത്തിൽ തന്നെ അതിനുള്ള തെളിവുണ്ട്. എന്താണ് തെളിവ്? വഹുവൻ നായിമു ഫഇല്ലം യജിദ് ലദ്ദതൻ വആലാമൻ മാ ലാ നുഹിസ്സു നഹ്നു ശൈഅൻ മിൻഹ. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അവന് ചിലപ്പോൾ ഒരുപാട് വേദനകൾ ഉണ്ടാവും. ചിലപ്പോൾ സ്വപ്നം കാണുമായിരിക്കും, നല്ല ആസ്വാദനത്തിലായിരിക്കും. ഈ ഉറങ്ങുന്ന ആളവസ്ഥ നമ്മൾ വല്ലതും അറിയുണ്ടോ? ഇല്ല, അറിയുന്നില്ല. ഉറങ്ങുന്ന ആള് മാത്രമാണ് അത് ആസ്വദിക്കുന്നത്. ചിലപ്പോൾ അവനൊരു ആന പിന്നിൽ വരുന്നിട്ടുണ്ടാവും, ഓടിയായിരിക്കും, അവൻ പേടിയിലായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് ഉറങ്ങുന്നുണ്ട്. നമുക്കറിയുന്നുണ്ടോ അവൻ്റെ ബേജാറും അവൻ്റെ കുഴപ്പങ്ങളും? നമുക്കറിയുന്നില്ല. അപ്പം അത് നമ്മുടെ നിത്യജീവിതത്തിൽ തെളിവുള്ള കാര്യമാണ്. وكذا يجد اليقظان لذة وآلاما لما يسمعه أو يفكر فيه ولا يشاهد ذلك جليسه منه. ഇനി ഉറങ്ങുന്ന ആള് വേണ്ട, ഉണർന്നിരിക്കുന്ന ആള് തന്നെ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിച്ച് മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാകും, ടെൻഷനുകൾ ഉണ്ടാകും, ചിലപ്പോൾ നമുക്ക് പനി ഉണ്ടാകും, മേലും കൈയും വേദന ഉണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ടോ? ഇല്ല. ഉണർവിൽ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രയാസങ്ങളുള്ള ആളെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് വരെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. എന്നതുപോലെ അദ്ദേഹം പറയുകയാണ്, വകദാലിക കാന ജബ്രാഈലു യഅതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഒരു തെളിവെന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വരും. ഫയുഖ്ബിറുഹു ബിൽ വഹി. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുക്കുക. വലാ യുദ്രികുൽ ഹാദിറു. ഇതൊന്നും സ്വഹാബികൾക്ക് അറിയുന്നില്ല. വകുല്ലു ഹാദാ ളാഹിറുൻ ജലീ. ഇതൊക്കെ വളരെ വ്യക്തമായ തെളിവാണ്. ഇവരിത് ബുദ്ധി കൊണ്ട് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ ബുദ്ധി കൊണ്ടുള്ള അവർക്കുള്ള മറുപടിയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിനുള്ള തെളിവാണ് എന്ന് ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. സഹോദരൻ, ഖബറിൽ ഇടുക്കമുണ്ടായിരിക്കും. ഖബറിൽ ഇടുക്കം ഉണ്ടായിരിക്കും. അതെല്ലാവർക്കും ആ ഇടുക്കം ഉണ്ട് എന്ന് ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഹാദല്ലദീ തഹറക ലഹുൽ അർശു ഹുവ സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ അർശ് കുലുങ്ങി എന്നാണ്. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. അദ്ദേഹത്തിന് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു. വശഹിദഹു 70,000 മിനൽ മലായിക. 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ സാക്ഷിയായി. മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പിന്നീട് ഒരിക്കലും വിശദീകരിക്കാം. അദ്ദേഹത്തിനെ കുറിച്ച് പറയാണ്, ലഖദ് ളുമ്മ ളമ്മതൻ. അദ്ദേഹത്തിന് ഖബറിൽ ഒരു ഇടുക്കം ഉണ്ടായിട്ടുണ്ട്. സുമ്മ ഫുർരിജ അൻഹു. പിന്നീട് അദ്ദേഹത്തിന് തുറവി ഉണ്ടാക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഖബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിൻ്റെ മരണം കാരണം അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ആകാശ കവാടങ്ങൾ അത് തുറക്കപ്പെട്ടു. 70,000 മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ സാക്ഷി. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠതയുള്ള ഈ സ്വഹാബിക്ക് വരെ എന്തുണ്ടായിട്ടുണ്ട്? ലമ്മത്തുൽ ഖബർ, ഖബറിൻ്റെ ഇടുക്കം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ ഇടുക്കത്തിന് ശേഷം എന്തായി? ഒരു ഫർജ്, ഒരു തുറവി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നലിൽ ഖബ്രി ളഗ്തൻ. ഖബറിന് ഒരു ഇടുക്കമുണ്ട്. ഖബറിന് ഒരു ഇടുക്കമുണ്ട്. ലൗ കാന അഹദുൻ നാജിയൻ മിൻഹ. ആ ഇടുക്കത്തിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത്, അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എങ്കിൽ നജാ സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. ഖബറിന് ഇടുക്കം അത് എല്ലാവർക്കും ഉണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ജനാസ നിസ്കരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന നജാ അഹദുൻ മിൻ ളമ്മത്തിൽ ഖബർ. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എങ്കിൽ ലനജാ ഹാദാ സ്വബിയ്യു. ഈ കുട്ടി എന്ത് ചെയ്യുമായിരുന്നു? ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ചെറിയ കുട്ടികൾക്ക് വരെ ഖബറിലെ ഇടുക്കമുണ്ട് എന്ന് ഹദീസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ഇടുക്കമുണ്ടായിരിക്കും, അത് ശക്തമായി തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഇടുക്കം അത് അവൻ്റെ ഈമാനിൻ്റെയും അമലിൻ്റെയും അടിസ്ഥാനത്തിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അത് ഇല്ലാതെയാകും. ആ ഇടുക്കത്തിൽ നിന്ന് അവന് പെട്ടെന്ന് തന്നെ ഒരു തുറവി ഉണ്ടാകും. അവൻ്റെ ഈമാനിൻ്റെയും അമലിൻ്റെയും
തോതനുസരിച്ച്, അതിൻ്റെ ഏറ്റ വ്യത്യാസത്തിനനുസരിച്ച് ആ ഇടുക്കം പെട്ടെന്ന് ഇല്ലാതെയാകും എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഈമാനുള്ള നല്ല അമലുകളുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഇടുക്കം കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകും? ഖബർ വിശാലമാക്കപ്പെടും, അവന് ഖബറിൽ വിശാലതയുണ്ടാകും എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഫാസിഖിനെ സംബന്ധിച്ചിടത്തോളം, കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഇടുക്കം ഉണ്ടാവും ഖബറിൽ. മാത്രമല്ല ആ ഇടുക്കം അത് നീണ്ടു നിൽക്കും. ആ ഇടുക്കം എത്രത്തോളം എന്നാൽ അവൻ്റെ തിന്മയും അവൻ്റെ ധിക്കാരവും എത്രത്തോളം ഉണ്ടായിരുന്നു അതിനനുസരിച്ച് അത് നീണ്ടു നിൽക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം മുഅ്മിനീങ്ങൾക്ക് ഖബറിൽ ഉള്ള ഇടുക്കത്തിൻ്റെ ഒരു ലക്ഷ്യമായി, ഒരു കാരണമായി പറഞ്ഞത് അത് മുഅ്മിനീങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനു വേണ്ടിയാണ്. മുഅ്മിനീങ്ങൾക്ക് എന്തിനാ ഖബറിൽ ഇടുക്കം? അത് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ പാപങ്ങൾ അത് പൊറുക്കപ്പെട്ടവരായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ് മുഅ്മിനീങ്ങൾക്ക് ഖബറിലുള്ള ഇടുക്കം എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, മാ യഹ്സുലു ഫിൽ ഖബ്രി മിനൽ ഫിത്നതി വദ്ദഗ്തതി വറൗഅതി ഫഇന്ന ഹാദാ മിമ്മാ യുകഫറു ബിഹി അൽ ഖതായ. ഖബറിൽ മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന പരീക്ഷണം, അതുപോലെ തന്നെ ഇടുക്കം, ഖബറിൽ അവർ അനുഭവിക്കുന്ന ഭീതി, അതൊക്കെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപങ്ങൾ അത് കൊഴിച്ചു കളയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഇനി ഖബറിലെ ശിക്ഷ നമ്മൾ പറഞ്ഞു, ഖബറിലെ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അത് ശരീരത്തിനും റൂഹിനും ഒരുപോലെയുള്ളതാണ്. ശരീരത്തിനും റൂഹിനും ഒരുപോലെയുള്ളതാണ്. അത് ഖബർ ശിക്ഷ അത് റൂഹിന് മാത്രമുള്ളതല്ല, നേരെ മറിച്ച് അത് റൂഹിനും ശരീരത്തിനും ഉണ്ടായിരിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ അദാബു വന്നഈമു അല നഫ്സി വൽ ബദനി ജമീഅൻ ബിത്തിഫാഖി അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ ഇത്തിഫാഖുള്ള ഏകാഭിപ്രായമുള്ള കാര്യമാണ് എന്ത്? ഖബറിലെ ശിക്ഷയാകട്ടെ ഖബറിലെ അനുഗ്രഹമാകട്ടെ അത് ശരീരത്തിനും റൂഹിനും ഒരുപോലെയുള്ളതാണ് എന്നത് ഇത്തിഫാഖുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചിലപ്പോൾ ശരീരത്തിന് ഇല്ലാതെ ആത്മാവിന് മാത്രം ചിലപ്പോൾ അനുഗ്രഹങ്ങൾ, ശിക്ഷകൾ ലഭിക്കപ്പെടാം. അതുപോലെ തന്നെ ശരീരത്തിനോടൊപ്പവും എന്ത് ചെയ്യാം? ശരീരത്തിനോടൊപ്പം ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ശിക്ഷയും ശിക്ഷയും സുഖവും ലഭിക്കപ്പെട്ടേക്കാം. ഈ രണ്ട് രീതിയിലും ഉണ്ടായിരിക്കുമെന്ന് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറിലെ ഫിത്ന എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ? അത് മലക്കുകളുടെ ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു പദങ്ങളിൽ ഇപ്രകാരം കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുബിറൽ മയ്യിതു അതാഹു മലകാനി അസ്വദാനി അസ്റഖാൻ. ഒരു മയ്യത്തിനെ ഖബറടക്കപ്പെട്ടാൽ രണ്ട് മലക്കുകൾ വരും, കറുത്ത രണ്ട് മലക്കുകൾ വരും. യുഖാലു ലി അഹദിഹിമ അൽ മുൻകർ വലിൽ ആഖരി അൻ നകീർ. ഒരു മലക്കിന്റെ പേര് മുൻകർ ആണെങ്കിൽ മറ്റേ മലക്കിന്റെ പേരെന്താണ്? അൻ നകീർ എന്നാണ്. ഈ രണ്ട് മലക്കുകളും വരും. എന്നിട്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ദീനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ മറുപടി കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുഫാറുകളും ഫുസാഖുകളും മുനാഫിഖുകളുമായ ആളുകൾ, അവർക്ക് മറുപടി കൊടുക്കുവാൻ സാധിക്കുകയുമില്ല. അപ്പൊ ഇതിനാണ് എന്തു പറയാ? ഫിത്നത്തുൽ ഖബർ എന്ന് പറയും. ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഫിത്നത്തുൽ ഖബർ. ഒരു മുനാഫിഖിന്റെ അതല്ലെങ്കിൽ ഒരു കാഫിറിനോട് ചോദ്യം ചോദിക്കപ്പെട്ടാൽ അവന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ഉത്തരം പറയാതെ സാധിക്കാതെ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറയും, ഇൽതഇമി അലൈഹി, അവന്റെ മേൽ നീ ഇടുക്കുക എന്ന് പറയും. ഫതൽതഇമു അലൈഹി, അങ്ങനെ ആ ഖബർ അവന്റെ മേൽ ഇടുങ്ങും. ഫതഖ്തലിഫു ഫീഹാ അദ്റാഉഹു, അവന്റെ വാരിയെല്ലുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമാകും. ഫലാ യസാലു ഫീഹാ മുഅദ്ദബൻ ഹത്താ യബ്അസഹു അല്ലാഹു മിൻ മദ്ജഇഹി ദാലിക. അങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു ഇടുക്കം,
ആ ഒരു ശിക്ഷ അവന് ബാത്ത് വരെ, അവനെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ആ ശിക്ഷ അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇനി അടുത്തൊരു വിഷയം, മുഅ്മിനീങ്ങൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുമോ? മുഅ്മിനീങ്ങൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇഅലം അന്ന അദാബൽ ഖബ്രി ലൈസ മുഖ്തസ്സൻ ബിൽ കാഫിരീൻ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മുഅ്മിനീങ്ങൾക്ക് ശിക്ഷയുണ്ടാകും. ഖബറിലെ ശിക്ഷ എന്നുള്ളത് അത് കാഫിറുകൾക്ക് മാത്രം പ്രത്യേകമായതല്ല. വലാ മൗഖൂഫൻ അലൽ മുനാഫിഖീൻ, മുനാഫിഖുകൾക്ക് മാത്രം പ്രത്യേകമായതല്ല. ബൽ യുശാരികുഹും ഫീഹി ത്വായിഫത്തു മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്യും? ഖബർ ശിക്ഷ അനുഭവിപ്പിക്കപ്പെടും. വകുല്ലുൻ അലാ ഹാലിഹി മിൻ അമലിഹി വമസ്തൗജബഹു മിൻ ഖതീഅതിഹി വസലലിഹി. ഓരോരുത്തരുടെയും അവസ്ഥ പോലെ ഇരിക്കും. ഖബർ ശിക്ഷക്ക് അർഹരായ ആളുകളുണ്ട് എങ്കിൽ, അതിന് അനുയോജ്യമായ തിന്മകൾ അവൻ്റെ അരികിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? അവന് ഖബറിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഖബർ ശിക്ഷ നിർബന്ധമാക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 തിന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഒന്ന് അദമുൽ ഇസ്തിതാരി മിനൽ ബൗലി വൽ മശി ബിൻ നമീമ, മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ഖബർ ശിക്ഷ ലഭിക്കപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യുഅദ്ദബാനി ബികബീർ. 2 ഖബറിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹുമാ ല യുഅദ്ദബാൻ. ഈ 2 ആളുകൾ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, ജനങ്ങൾ വലിയ ഗൗരവമുള്ള തിന്മയായി കാണുന്ന ഒരു കാര്യത്തിന്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ അഹദുഹുമ ഫകാന ലാ യസ്തതിറു മിൻ ബൗലി, മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കുകയില്ല ഒരാൾ. അതിന് പണ്ഡിതന്മാർ പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ അവൻ്റെ ഔറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു മറയില്ലാതെ മൂത്രമൊഴിക്കും. അതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം, മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രം തൻ്റെ ശരീരത്തിലേക്ക് ആ നജസ് തെറിക്കുന്നതിന് ഒരു മറ ഉണ്ടായിരിക്കില്ല. മൂത്രമൊഴിക്കും, ചിലപ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് അത് തെറിക്കുകയും അത് ശ്രദ്ധിക്കാതെ ആ നജസുമായി നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഈ 2 അവസ്ഥയും പണ്ഡിതന്മാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഔറത്ത് മറ്റൊരാൾ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നജസ് നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഖബർ ശിക്ഷ നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ് നമീമത്തുമായി നടക്കുക എന്നുള്ളത്, ഏഷണയുമായി നടക്കുക. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 2 ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാകുന്നതിന് വേണ്ടി പരസ്പരം എന്ത് ചെയ്യുക? സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ധരിക്കുക. മറ്റവൻ്റെ അടുത്ത് പോയിട്ട് പറയാം, എന്നെക്കുറിച്ച് ഇവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വേറൊരാളടുത്ത് പോയിട്ട് പറയാം, നിന്നെക്കുറിച്ച് ഇവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഫിത്ന ഉണ്ടാക്കുക, ഏഷണി ഉണ്ടാക്കുക. ചിലപ്പോൾ കളവുണ്ടായിരിക്കും, ചിലപ്പോൾ സത്യമുണ്ടായിരിക്കും. സത്യവും കളവും കൂട്ടിക്കുഴച്ച് ഫിത്ന ഉണ്ടാക്കുന്നതിന് വേണ്ടി, പരസ്പരം ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾക്കിടയിലുള്ള സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുദ്ധരിക്കുക. നഖ്ലുൽ കലാമി ബൈനൻ നാസി ലിഅജ്ലിൽ ഫിത്ന, ഫിത്നക്ക് വേണ്ടി സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? എടുത്തുദ്ധരിക്കുക. അതാണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളും ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാനിരിക്കുന്നതാണ്, അതിലൊരു സംശയമില്ല. ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, നമ്മളത് വിദൂരമായി കാണേണ്ടതില്ല, അത് വളരെ സമീപത്തായിരിക്കും. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കും. അൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലി, ഒരുവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അടുത്തുള്ളതാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക, തൗബ ചെയ്യുക, തൗബ വൈകിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഹുഖൂഖുകൾ, ജനങ്ങളുടെ അവകാശങ്ങൾ അത് വീട്ടുക, നിറവേറ്റുക.
ധാരാളം അഅ്മാലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സഹോദരങ്ങളെ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. ധാരാളം അഅ്മാലുകൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖി, സഹോദരന്റെ മുഖത്തു നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് പോലും ആണെങ്കിൽ അത് നന്മയാണ്. ഖബറിൽ നിനക്ക് സമാധാനമേകുന്ന നന്മയാണ്. അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണരുത്. എത്ര തന്നെ അമലുകൾ വർദ്ധിപ്പിച്ചാലും, വല്ലാഹി വതല്ലാഹി വബില്ലാഹ്, എത്ര തന്നെ അമൽ വർദ്ധിപ്പിച്ചാലും നമ്മുടെ അമലുകളുടെ ഏടുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇനിയും കൂടുതൽ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോകും. ഒരു ദിക്ർ കൂടി കൂടുതൽ ചൊല്ലിയിരുന്നെങ്കിൽ, ഒരു സുജൂദ് കൂടി കൂടുതൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകും. ഉറപ്പാണ്, എത്ര തന്നെ അമലുകൾ ചെയ്ത ആളുകൾക്കും അങ്ങനെ തോന്നും. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഞാൻ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ആളുകൾക്കിടയിൽ അങ്ങനെ പരതി. എല്ലാവരും നോക്കുമ്പോൾ കാലാകാലം അവർ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയില്ല, ഖബറിൽ എൻ്റെ കൂടെ അവരുണ്ടായിരിക്കുകയില്ല. അപ്പം ഖബറിൽ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു കൂട്ടുകാരൻ ആരാണ് എന്ന് ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല കർമ്മങ്ങളാണ് ഖബറിൽ എപ്പോഴും ഉണ്ടാകുന്ന കൂട്ടുകാരനാകുക. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനായി നല്ല അമലുകൾ സ്വീകരിച്ചു എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കലൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനയിൽ ബഖീയിലെത്തിയപ്പോൾ അദ്ദേഹം ആ ഖബറാളികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അൻതും ലനാ സലഫുൻ വലക്കും ലനാ തബഉൻ. നിങ്ങൾ ഞങ്ങളുടെ മുന്നേ പോയ ആളുകളാണ്, നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങളും വരാനിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഖബറാളികൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്. അല്ലയോ ഖബറാളികളെ, നിങ്ങളുടെ ഭാര്യമാർ അവർ വേറെ കല്യാണം കഴിച്ചിരിക്കുന്നു. വ അമ്മ ദിയാറു ഫഖദ് സുകിനത്, നിങ്ങളുടെ വീടുകളിൽ മറ്റു പലരും താമസം ആരംഭിച്ചിരിക്കുന്നു. വ അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, നിങ്ങൾ നേടിപ്പിടിച്ച നിങ്ങളുടെ സമ്പാദ്യം അത് വീതം വെച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹാദാ ഖബറു മാ ഇൻദന, ഞങ്ങൾക്ക് ഖബറാളികളെ നിങ്ങളോട് പറയാനുള്ള വാർത്ത ഇതാണ്. ഇനി ഫമാദാ ഖബറുൻ മാ ഇൻദകും, നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള ഖബർ എന്താണ്? അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു, വല്ലാഹി ലൗ തകല്ലമു ലഖാലു വജദ്നാ അന്ന ഖൈറസ് സാദി തഖ്വ. ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് എങ്ങാനും സംസാരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, തീർച്ചയായും ഞങ്ങൾ തഖ്വയാണ് ഏറ്റവും ഖൈറായ വിഭവമായി ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്, അത് നിങ്ങൾ മുതലെടുത്തോളൂ എന്ന് അവർ പറയുമായിരുന്നു. തഖ്വയോടുകൂടി ജീവിക്കുക, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം വാജിബുകൾ പ്രവർത്തിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, തൗബ ചെയ്യുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതാണ് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബ്രിഹി ഇന്നഹു യസ്മഉ ഖഫ്ഖ നിആലിഹിം ഹീന യുവല്ലൂന അൻ. ഒരാളെ ഖബർ അടക്കപ്പെട്ടാൽ ആ ഖബർ അടക്കി അവൻ്റെ ആളുകൾ തിരിച്ചു പോകുമ്പോൾ അവരുടെ ചെരുപ്പിൻ്റെ വാറിൻ്റെ ശബ്ദം അത് ഖബറിൽ കിടക്കുന്ന ആളുകൾ കേൾക്കും. എന്നിട്ട് ഫഇൻ കാന മുഅ്മിനൻ കാനത്തിസ് സ്വലാത്തു ഇൻദ റഅസി, അവൻ മുഅ്മിനാണെങ്കിൽ അവൻ്റെ തലയുടെ അരികിൽ നിസ്കാരം ഉണ്ടായിരിക്കും. വകാന സിയാമു അൻ യമീനിഹി, അവൻ്റെ വലത്തുഭാഗത്ത് അവൻ അനുഷ്ഠിച്ച നോമ്പുണ്ടായിരിക്കും. വകാനത്തിസ് സകാത്തു അൻ ഷിമാലിഹി, അവൻ്റെ ഇടതുഭാഗത്ത് അവൻ നിർവഹിച്ച സകാത്ത് ഉണ്ടായിരിക്കും. വകാന ഫിഅലുൽ ഖൈറാത്തി മിനസ് സദഖത്തി വസ്സിലതി വൽമഅറൂഫി വൽഇഹ്സാനി ഇലന്നാസി ഇൻദ റിജ്ലൈഹി, മറ്റുള്ള സൽക്കർമ്മങ്ങൾ സ്വതക്ക പോലെ, കുടുംബബന്ധം ചേർക്കൽ പോലെ,
നന്മ കൽപ്പിക്കൽ പോലെ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറൽ പോലെയുള്ള നല്ല നല്ല അമലുകൾ, അതൊക്കെ അവൻ്റെ കാലിൻ്റെ ഭാഗത്തുണ്ടാകും. അവൻ ചെയ്ത എല്ലാ അമലുകളും അവൻ്റെ ഖബറിൽ അവൻ്റെ എല്ലാ വശങ്ങളിലുമായിട്ട് ഇങ്ങനെ ഉണ്ടാകും. എന്നിട്ട് ഫയുഅ്താ മിൻ ഖിബലി റഅ്സിഹി, അങ്ങനെ ഖബർ ശിക്ഷ അവൻ്റെ തലയുടെ ഭാഗത്തു നിന്ന് വരും. ശാരിഹീങ്ങളായ ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഖബർ ശിക്ഷ നൽകുന്ന മലക്ക് അവൻ്റെ തലയുടെ അരികിലൂടെ വരും. അങ്ങനെ ഫതഖൂലു സ്വലാത്തു, നിസ്കാരം പറയും, മാ ഖിബലി മദ്ഖലുൻ, എൻ്റെ അരികിലൂടെ പ്രവേശിക്കാൻ പറ്റൂല, അതിന് ഞാൻ സമ്മതിക്കുകയില്ല, എൻ്റെ അരികിലൂടെ പ്രവേശനമില്ല എന്ന് സ്വലാത്ത് പറയും, നിസ്കാരം പറയും. സുമ്മ യുഅ്താ അൻ യമീനിഹി, വലതുഭാഗത്തുകൂടെ മലക്ക് വരും ശിക്ഷിക്കാൻ. ഫയഖൂലു സിയാം, നോമ്പ് പറയും, മാ ഖിബലി മദ്ഖലുൻ, എൻ്റെ അരികിലൂടെ ഒരു മദ്ഖൽ, ഒരു പ്രവേശനമില്ല എന്ന് പറയും. സുമ്മ യുഅ്താ അൻ യസാരിഹി, ഇടതുഭാഗത്തൂടെ അതേപോലെ ശിക്ഷക്കുള്ള മലക്ക് വരുമ്പോൾ സകാത്ത് പറയും, മാ ഖിബലി മദ്ഖലുൻ, എൻ്റെ അരികിലൂടെ പ്രവേശിക്കാൻ പറ്റൂല. പിന്നീട് രണ്ട് കാലുകളുടെ ഭാഗത്തു നിന്ന് ശിക്ഷ വരുമ്പോൾ ഈ പറഞ്ഞ നന്മകളെല്ലാം പറയും, മാ ഖിബലി മദ്ഖലുൻ, ഞങ്ങളുടെ അരികിലൂടെയും പ്രവേശിക്കാൻ പറ്റൂല. ഈ നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഖൈറാത്തുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഒരുവൻ മരണപ്പെട്ടാൽ അവന് ഖബറിൽ സുരക്ഷിതനായി കടക്കാം. അഅ്മാലു സ്വാലിഹത്ത്, സൽക്കർമ്മങ്ങളുടെ പ്രാധാന്യമാണ്. സൽക്കർമ്മങ്ങൾ അത് നമ്മൾ മുറുകെ പിടിക്കുക. ഇനി ഖബർ ശിക്ഷ ഇല്ലാത്ത ആളുകളുണ്ട്, ഖബറിൽ ചോദ്യം പോലും ചോദിക്കപ്പെടാത്ത ആളുകളുണ്ട്. അവരാരാണ്? ഒന്നാമത്തെ വിഭാഗം ഷഹീദുകളാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദുകളായി മരിച്ച ആളുകൾ. മിഖ്ദാദ് ഇബ്നു മഅദി കരീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ, ഷഹീദായ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അരികിൽ 6 പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തേത്, അതല്ലെങ്കിൽ ആ 6 പ്രത്യേകതകളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുജാറു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്യും? അവൻ സംരക്ഷിക്കപ്പെടും. ഷഹീദായ വ്യക്തിക്ക് ഖബർ ശിക്ഷ ഇല്ല, ഫിത്നത്തുൽ ഖബറും ഇല്ല, ഖബറിൽ ചോദ്യവും ഇല്ല. ചോദിക്കപ്പെട്ടു, ഫിത്നത്തുൽ ഖബർ ഷഹീദിന് എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറയപ്പെട്ടത് എന്താണെന്നറിയോ? അവൻ്റെ ഫിത്ന അത് കഴിഞ്ഞു പോയിരുന്നു ദുനിയാവിൽ. വാളിൻ്റെ തിളക്കം അവൻ്റെ തലയുടെ മുന്നിൽ അവൻ്റെ കണ്ണുകൊണ്ട് അവൻ കാണുമ്പോൾ അതായിരുന്നു അവൻ്റെ ഫിത്ന. അത് ദുനിയാവിൽ കഴിഞ്ഞു പോയി. ഇനി അവന് വേറൊരു ഫിത്ന അതിനേക്കാൾ വലുത് ഇല്ല. വാളിൻ്റെ വെളിച്ചം, വാളിൻ്റെ തിളക്കം അവൻ്റെ തലയുടെ മുകളിൽ വന്നു. അവൻ്റെ കണ്ണിലേക്ക് ആ വെളിച്ചം, വാളിൻ്റെ തിളക്കം അവൻ്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ വരെ ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു. അവൻ പിന്തിരിഞ്ഞോടിയില്ല. അത് മതി, അവനുള്ള ഫിത്നയായി അത് മതി. ഷഹീദ് എന്ത് ചെയ്യൂല? ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ മൻമാറ്റ മുറാബിത്തൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ അത് കാക്കുന്നതിന് വേണ്ടി നിൽക്കുകയും അങ്ങനെ ശത്രുക്കളുടെ ആക്രമണം വന്ന് മരണപ്പെടുകയും ചെയ്ത മുറാബിത്ത, റിബാത്തിലായിക്കൊണ്ട് മരണപ്പെടുന്ന, ഇസ്ലാമിൻ്റെ അതിർത്തികൾ കാത്തുകൊണ്ട് മരണപ്പെടുന്ന ആളുകൾ. അവർ ഏതു സമയത്തും ശത്രുക്കളെ ഏറ്റവും അടുത്ത അവസ്ഥയിലായിരിക്കും അവരുണ്ടായിരിക്കുക. ഏതു സമയത്തും അവർക്ക് മരണം വരാം. അങ്ങനെ ഇസ്ലാമിൻ്റെ അതിർത്തികൾ കാത്തു നിന്നുകൊണ്ട് അങ്ങനെ മരണപ്പെട്ട ആളുകൾക്കും എന്തില്ല? ഖബർ ശിക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹി അമിന മിനൽ ഫത്താൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി കാത്തുകൊണ്ട് ആരാണോ മരണപ്പെടുന്നത് അവൻ ഖബർ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതനായിരിക്കുന്നു. അതുപോലെ തന്നെ മൻ മാത യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅത്തി, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ മരണപ്പെടുന്നവരും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദ് അസ്ലുണ്ട്, അതാരും മറക്കാൻ പാടില്ല. എല്ലാ ശിർക്കും ഖുറാഫാത്തും ചെയ്ത് വെള്ളിയാഴ്ച മരിച്ചു, ആൾ ഖബർ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതനാണ്. അതല്ലെങ്കിൽ ഒരു കാഫിർ അവൻ വെള്ളിയാഴ്ച ദിവസം മരിച്ചു എന്നതുകൊണ്ട് അവൻ ഖബർ ശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്യില്ല? രക്ഷിക്കപ്പെടുകയില്ല. കാരണം തൗഹീദാണ് അസ്ല്, തൗഹീദ് ഉണ്ടായിരിക്കണം. തൗഹീദ് ഇതിനൊക്കെ നിബന്ധനയാണ്, നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മാമിൻ മുസ്ലിമിൻ
യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅത്തി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തൽ ഖബ്രി. വെള്ളിയാഴ്ച രാവിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ മരിക്കുന്ന ഒരു മുസ്ലിമുമില്ല, അവൻ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കപ്പെടാത്തവനായി. അപ്പോൾ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ മരിക്കുന്ന ഒരു മുസ്ലിം അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അത് നല്ല മരണത്തിൻ്റെ ഒരു സൂചനയാണ്. ഈമാനോടുകൂടി തൗഹീദോടുകൂടി ഒരുവൻ വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുക എന്നുള്ളത് നല്ല മരണത്തിൻ്റെ അടയാളമാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, റമദാനിലുള്ള മരണത്തിന് അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. റമദാനിൽ മരണപ്പെടുന്നത് ഒരു നല്ല മരണത്തിൻ്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു മുഅ്മിനായ വ്യക്തി റമദാനിൽ മരിക്കുകയാണെങ്കിൽ അത് ഖൈറാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ വരുത്തിയ ഒരാൾ റമദാനിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട് അത് അവൻ്റെ നല്ല മരണമാണ് എന്നതിനുള്ള അടയാളം അല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൻ മാത ബിദാഇൽ ബത്ൻ, വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് മരിക്കുന്ന ആളുകൾക്കും ഖബർ ശിക്ഷയില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യഖ്തുലുഹു ബത്നുഹു, ആരെയാണ് അവൻ്റെ ബത്ൻ, അവൻ്റെ വയറ് കൊല്ലുന്നത്, ഫലൻ യുഅദ്ദബ ഫീ ഖബ്രിഹി, അവൻ്റെ ഖബറിൽ എന്ത് ചെയ്യൂല, അവൻ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത്തരം ആളുകൾക്ക് ഖബർ ശിക്ഷയില്ല. അവസാനമായി മരിച്ചുപോയ ആളുകൾ ദുനിയാവിലെ കാര്യങ്ങൾ അറിയും, ദുനിയാവിലെ കാര്യങ്ങൾ കേൾക്കും എന്ന ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പോരെ, സ്വഹാബിമാരിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം ഉലമാക്കളുടെയും അഭിപ്രായം മരിച്ചുപോയ ആളുകൾ ഒന്നും തന്നെ കേൾക്കുകയില്ല എന്നുള്ളതാണ്. ആധുനികരായ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കേൾക്കൂല എന്നുള്ളതാണ്. കാരണം അള്ളാഹു പറഞ്ഞു, ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ, മരിച്ച ആളുകളെ നീ കേൾപ്പിക്കുകയില്ല എന്ന ഈ ആയത്തിനെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ ആളുകൾ അവരൊന്നും തന്നെ കേൾക്കുകയില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല, അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് ഉത്തരം നൽകുകയില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മരിച്ചുപോയ ആളുകൾ ദുനിയാവിൽ കേൾക്കുന്നത് പോലെ തന്നെ ഖബറിലും കേൾക്കും എന്നതിന് സ്ഥിരപ്പെടുന്ന ഒരു തെളിവുമില്ല. അങ്ങനെ പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കാണുവാൻ സാധിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മരിച്ചുപോയ ഒരാൾ അവൻ ദുനിയാവിലുള്ള കാര്യങ്ങൾ കേൾക്കുകയില്ല, അതാണ് ശരിയായ തെളിവുകളോട് യോജിക്കുന്ന അഭിപ്രായം. ഇതാണ് സഹോദരങ്ങൾ ബർസഖുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചുരുക്കം ചില കാര്യങ്ങൾ. വിശ്വാസവുമായി ബന്ധമുള്ള, അതുപോലെ തന്നെ നമ്മളുടെ അമലുകളുമായി ബന്ധമുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കുക. ബർസഖുമായി കൊണ്ട് ഒരുപാട് തഫ്സീലാത്തുകൾ, ഒരുപാട് വിശകലനങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയാണ്. ഹദീസുകളിലും ഖുർആനിലും വന്ന ബർസഖുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശകലനങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമായ ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബർസഖി ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖ് ജീവിതം അത് നല്ല രൂപത്തിലാക്കുവാനുള്ള, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.